അടപടലം തോറ്റ് തുന്നം പാടി എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു പ്രതിപക്ഷം. 12 സീറ്റുകളും BJP വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതായത് ഒരു പ്രധാന തെരഞ്ഞെടുപ്പ്, ബംഗാളിൽ നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സഹകരണ കാർഷിക സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചിരിക്കുന്നത് വലിയ തോതിലുള്ള വോട്ടുകളോട് കൂടിയാണ്. അതായത് ഭൂരിപക്ഷത്തോടു കൂടിയാണ് BJP വിജയിച്ചിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നതെന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 12 സീറ്റുകളാണ് ടോട്ടലി ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. ഈ 12 സീറ്റുകളിൽ 12 സീറ്റുകളും BJP വിജയിച്ച് കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് അതിൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ഇടതുപക്ഷം കോൺഗ്രസ് ഏറ്റവും വലിയ ഒരു തമാശ എന്ന് പറയുന്നത് അവിടെ TMC, അതായത് അവിടുത്തെ ഭരണത്തിലുണ്ടായിരുന്ന TMC അവിടെ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. എല്ലാ സീറ്റിലും വട്ടപൂജ്യമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് ബംഗാളിൽ 12 സീറ്റുകളും വിജയിച്ച് കയറി കരുത്ത് തെളിയിക്കുന്ന തരത്തിലോട്ട് വീണ്ടും BJP മാറിയിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ പ്രതിപക്ഷത്തിന്റെ കാര്യം പരിപൂർണമായി പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അതായത് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിപക്ഷം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതായത് സമ്പൂർണമായിട്ടുള്ള ഈ ഒരു വിജയം എല്ലാ തരത്തിലും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ പോലുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും മമതാ ബാനർജിയെ എല്ലാ തരത്തിലും പരാജയപ്പെടുത്തി ആരും പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറി വിജയം നേടി അവിടെ അധികാരത്തിൽ വന്ന BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു നേട്ടങ്ങൾ തന്നെയാണ് അവിടെ വരും ദിവസങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ തരത്തിലും, അതിൽ ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും TMC ആയാലും ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അവരുടെ അടിത്തറ സമ്പൂർണമായിട്ട് ഇളകിയിരിക്കുന്നു. TMC എന്ന് പറയുന്ന പാർട്ടിയെ ഇപ്പോൾ ആർക്കും വേണ്ടാതായിരിക്കുന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ ബംഗാളിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവിടെ സമ്പൂർണമായി BJPയുടെ ആധിപത്യം എല്ലായിടത്തും എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിജയം തന്നെ. BJP ഇപ്പോൾ തൂത്തുവാരിൽ വിജയമാക്കി മാറ്റിയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ബംഗാളിൽ മാറിയിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കനത്ത തിരിച്ചടി തന്നെയാണ് ഈ പറയുന്ന തോതിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് തന്നെ. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം, ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയേറെ നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബംഗാൾ ഇങ്ങനെ ഒരു വിജയം വീണ്ടും നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക എന്ന് പറയുന്നത്.